അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ടായി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗ്നിയർ ഫോർട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അഗ്നിയർ. ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. അഗ്നികാരന്റെ ഫുൾ ഹിസ്റ്ററി എൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറയുന്നത് അഗ്നികാരൻ്റെ കഥയാണ്. അഗ്നികാർ കോട്ട പണിതത് ബാണാസുരനാണ്. ബാണാസുരൻ തൻ്റെ മോളായ ഉഷയ്ക്ക് വേണ്ടി പണിതതാണ് അഗ്നികാർ കോട്ട. അപ്പം അഗ്നി എന്ന് വെച്ചാൽ തീയും, ഗർ എന്ന് വെച്ചാൽ വീട്. അപ്പം ഇതിന് ചുറ്റും തീ ഉണ്ടെന്നുള്ളതായിരുന്നു സങ്കല്പം. തൻ്റെ മോളെ ഒരു കാരണവശാൽ ഈവിൾ ഫോഴ്സ് ഒരിക്കലും ഉപദ്രവിക്കല് എന്നുള്ള ഇതിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് ഉഷ വലുതായി. ഉഷ തൻ്റെ സ്വപ്നത്തിൽ ഒരു ഹാൻസമായ ഒരാളെ സ്വപ്നം കാണുകയാണ്. അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഉഷയ്ക്കൊരു കൂട്ടുകാരിയുണ്ട്, ചിത്രകല ഭയങ്കര മാജിക്കൽ പവേഴ്സുള്ള ഒരു കൂട്ടുകാരിയാണ്. ഈ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചിത്രകല ഈ ഉഷ സ്വപ്നം കണ്ട കുമാരനെ പടം വരയ്ക്കുകയാണ്. പടം വരച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വേറെ ആരുമല്ല, ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ ഗ്രാൻഡ് ആണ് അനിരുദ്ധനായിരുന്നു ആ സ്വപ്നത്തിൽ വന്ന ആൾ. അങ്ങനെ ചിത്രകല ദ്വാരകയിൽ പോയി തൻ്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനിരുദ്ധനെ ചെറുതാക്കി ഈ കോട്ടയിലേക്ക് കൊണ്ടുവന്നു. ഈ കോട്ടയിൽ കൊണ്ടുവന്ന് ഉഷയെ കണ്ടപ്പോൾ തന്നെ അനിരുദ്ധന് ഇഷ്ടമായി. അങ്ങനെ അനിരുദ്ധ് ഇവിടെ താമസം തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബാണാസുരൻ ഇതിനെക്കുറിച്ച് അറിയാനിടയായി. ഒരു അസുര രാജാവായ ബാണാസുരൻ ഒരിക്കലും ദേവനായ അനിരുദ്ധനെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അനിരുദ്ധനെ തടവലയിലാക്കി പാമ്പ് കൊണ്ടുള്ള കയറുണ്ടാക്കി കെട്ടിയിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ അനിരുദ്ധനെക്കുറിച്ച് അന്വേഷണം നടന്നു. അനിരുദ്ധനെ കാണാനില്ല. ഒടുവിൽ നാരദൻ പറയുന്നു അനിരുദ്ധൻ തേസ്പൂരിലുള്ള അഗ്നികറിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതറിഞ്ഞുടൻ കൃഷ്ണൻ ഇവിടെ വരുന്നു. ആദ്യം രമ്യതയിൽ അനിരുദ്ധനെ വിടാനും ഉഷയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണമെന്നും ബാണാസുരൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ബാണാസുരന് പക്ഷേ താല്പര്യമില്ല. അതിന് കാരണം ബാണാസുരന് ഞാൻ ഇന്നലത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ശിവൻ്റെ ഭക്തനും അതിനനുസരിച്ചുള്ള ഭയങ്കര പവറും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന് സമ്മതിച്ചില്ല. അതിനുശേഷം ഇവർ തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് കൃഷ്ണൻ്റെ ആർമിയുടെ കൂടെ പോരാടാൻ വേണ്ടി ശിവൻ്റെ അടുത്ത് ബാണാസുരൻ പോവുകയും ശിവൻ്റെ ആർമിയും കൃഷ്ണൻ്റെ ആർമിയും ഈ തേസ്പൂരിൽ വലിയൊരു യുദ്ധം നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തേസ്പൂരിന് വേറൊരു പേരുമുണ്ട്, സിറ്റി ഓഫ് ബ്ലഡ്. 2 ദേവന്മാർ യുദ്ധം ചെയ്ത സ്ഥലം എന്നുള്ളൊരു പേരും കൂടെയുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്തതിന് ശേഷം അവസാനം ബ്രഹ്മാവ് ഈ യുദ്ധത്തിൽ ഇടപെടുകയും ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധം നല്ലതല്ല എന്ന് പറഞ്ഞ് ആ യുദ്ധം നിർത്തുകയും ബാണാസുരൻ്റെ ഈ വരം, അതായത് തേസ്പൂരിനെ എന്നും ശിവൻ സംരക്ഷിക്കുമെന്നുള്ളൊരു വരം, അത് ബാണാസുരൻ ദുരുദ്യോഗം ചെയ്യുകയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി. ഒടുവിൽ ബാണാസുരൻ ശിവനോട് മാപ്പപേക്ഷിക്കുകയും ഉഷയെയും അനിരുദ്ധനെയും കല്യാണം അംഗീകരിച്ച് ഇവിടുന്ന് കല്യാണം കഴിക്കുന്നതാണ് പുരാണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ അഗ്നിഗർ ഹില്ല് പല സ്ഥലത്തായിട്ട് പിക്ചോറിലായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താം. താങ്ക് യു.
ഇഷ്ടപ്പെട്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ഹിസ്റ്ററി. എൻ്റെ സൈഡിൽ കാണുന്നത് ബ്രഹ്മപുത്രയാണ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ റിവർ നല്ലോണം കാണാൻ പറ്റും. അച്ഛൻ നല്ല കഥയുടെ ആ പിക്ചർ വരയ്ക്കുന്ന ഫോട്ടോയാണ് ഈ സ്റ്റാച്യു. ഫ്രണ്ടില് ബ്രഹ്മപുത്രയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നിങ്ങൾ ഈ കാണുന്നത് ചിത്രകല അന്നരത്തിലെ ദോരകയെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ബാക്കിലായിട്ട് കാണുന്നത് രാജാവ് അനിരുദ്ധിനെ പാമ്പ് വെച്ച് കെട്ടിയിടുന്നതാണ് കാണുന്നത്. ഇത് സെക്കൻഡ് സ്റ്റാച്യു. നമുക്ക് ഇനി അത് അടുത്ത് പോയി കാണാം. നമുക്കിനി നേരെ പോവാം.
ശിവന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അത് കാണാൻ പോവാം. ശിവനെ ബാണാസുരൻ പ്രാർത്ഥിക്കുന്ന വലിയൊരു സ്റ്റാച്ചു ആണ് നിങ്ങളിപ്പോ കാണുന്നത്. പറഞ്ഞ കഥയിലുള്ള ഫസ്റ്റ് സ്റ്റാച്ചു ആണ് ഇതെന്ന് വെച്ചാൽ കൃഷ്ണനും ശിവനും യുദ്ധം ചെയ്യാണ്. യുദ്ധം ചെയ്യലെന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, പിന്നെ അവിടെ ഇരിക്കുന്നത് രാജാവാണ്. അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റാച്ചു കാണാൻ പോവാം. കല്യാണത്തിന്റെ സ്റ്റാച്ചു ആണ്. അപ്പൊ ഇത്രയുള്ള അഗ്നികാരം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ അഗ്നികാരം അച്ഛൻ്റെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.